നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. നമ്മളൊത്തിരി ലേറ്റായി ലേട്ടാ. ഡ്രൈവറുടെ സഹായത്തോടെ കാറിൽ നിന്ന് ലിയോൺ അവൻ്റെ വീൽ ചെയറിലേക്ക് പിടിച്ചിരുത്തി കാർത്തിക പറഞ്ഞു. സാറല്ല പെണ്ണേ, ലഞ്ചിന് വരാൻ പറ്റില്ല, കുറച്ച് വൈകും ആൽപ്പിക്ക് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു. നേരത്തെ ചിരിയോടെ ലിയോൺ പറഞ്ഞതും അവളും ഒരു ചിരി നൽകി അവൻ്റെ ചെയർ ഉന്തിക്കൊണ്ട് അകത്തേക്ക് കയറി. അവരിവരും ഓഫീസിൽ നിന്ന് വൈകുന്നേരം നേരെ മാളിയേക്കലെത്തിയതാണ് ആൽഫി വിളിച്ചിട്ട്. നീയാ? കുഞ്ഞിപ്പെണ്ണിൻ്റെ തുണികളെല്ലാം മടക്കി കട്ടിലിരുന്ന് നീയെ മുറിയുടെ വാതിൽക്കൽ നിന്ന് വിളിച്ചു വന്നു. വിനു നിത്യ എവിടെ? കണ്ടില്ലല്ലോ. അവർ രണ്ടും കൂടി ഔട്ട് ഹൗസിൽ പോയടി. നിത്യയുടെ അച്ഛനെ കാണാൻ പോയേക്കുവാ, ഇപ്പൊ വരും. ആന് ചോദിച്ചതിന് നീയെ മറുപടി നൽകി. പിന്നെയും അവന് നിൽക്കുന്നത് കണ്ടതും എന്താനു, എന്തു പറ്റി? നീയെ ചോദിച്ചു. അത് നീയ സാറമ്മ വല്ലതും പറഞ്ഞോ? 2 ദിവസമായില്ലേ, അവർ തമ്മിൽ വല്ല വഴക്കോ അതോ പപ്പ സാറമ്മയോടുള്ള പെരുമാറ്റം എങ്ങനെയാ, വല്ല മാറ്റമുണ്ടോ? നീയൊക്കെ അടുത്തേക്ക് വന്നു നിന്ന് ആകാംക്ഷയോട് അവൾ ചോദിച്ചു. പപ്പക്ക് ചെറിയ മാറ്റം എന്താ എനിക്ക് തോന്നി. സാറമ്മ അടുത്തേക്ക് ചെല്ലുമ്പോൾ പഴയതുപോലുള്ള ഇഷ്ടക്കേടൊന്നും ഇപ്പോൾ കാണാനില്ല. മാത്രമല്ല പപ്പയുടെ കാര്യങ്ങൾ അമ്മ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എതിർപ്പില്ല. ചെറു ചിരിയോടെ നീയെ പറഞ്ഞതും മനുവിന് സന്തോഷമായി. കനലുകളൊക്കെ പതിയെ കെട്ടി തുടങ്ങിയതുപോലെ തോന്നി അവൾക്ക്. ആന തിരിഞ്ഞു പോകാനായി നിന്നതും നീയൊക്കെ അവളോട് നിൽക്കാൻ പറയാൻ തോന്നി. പക്ഷേ ഒരു തടസ്സം തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. പെട്ടെന്ന് ആന തിരിഞ്ഞ് അവളെ നോക്കി. എന്താ? നീയെ ചോദിച്ചു. അത് ഇത് ഒരുപാടുണ്ടല്ലോ മോളുടെ തുണി. ബെഡിൽ നിരന്ന് കിടക്കുന്ന തുണികൾ നോക്കി ആന ചോദിച്ചു. അതോ, ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നപ്പോൾ ഞാൻ തന്നെ വായി കഴിച്ചോളാം എന്ന് പറഞ്ഞ് കുറുമ്പി ഈ ചാൻ്റെ മടിയിൽ നിന്ന് കഴിച്ചു. അതെല്ലാം ദേഹത്ത് പരിചയം നീ കണ്ടില്ലായിരുന്നു. പിന്നെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറുമ്പിക്ക് ഒരു ഉടുപ്പ് തപ്പിയതാ. കാണിച്ചു ഉടുപ്പൊന്നും പെണ്ണിന് പിടിച്ചില്ല. അവസാനം തുണിയെല്ലാം വലിച്ചു വാരിയിട്ടു. അതാ ഞാനീ മടക്കുന്നേ. എന്ന് ഞാനും കൂടട്ടെ, പെട്ടെന്ന് തീരുമല്ലോ. നീയെ പറഞ്ഞു നിർത്തിയതും കണ്ണുകളിൽ പ്രതീക്ഷ നിറച്ച് അനു ചോദിച്ചു. വിനുവിൻ്റെയും സാറമ്മയുടെയും കാര്യം തിരക്കിയാണ് വന്നെങ്കിലും ഇച്ചിരി നേരം പഴയ പോലെ നീയൊക്കൊപ്പം ഇരിക്കാൻ അനുവിന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അനുവിൻ്റെ വാക്കുകൾക്ക് നോ പറയാനെന്തോ നീയൊക്കെ തോന്നിയില്ല. ബെഡിൽ നിന്നും കുറച്ച് നീങ്ങിയിരുന്ന് നീ അനുവിനെ നോക്കിയതും തൻ്റെ കൂട്ടുകാർ വിളിച്ചതുപോലെ അനു വേഗം ബെഡിലേക്ക് ഇരുന്നു. നിറഞ്ഞ മനസ്സോടെ കുഞ്ഞിയുടെ തുണികളൊക്കെ മടക്കി വെക്കാൻ തുടങ്ങി. ആഹാ, ഉച്ചയ്ക്ക് എന്നു പറഞ്ഞിട്ട് ഇപ്പോഴാ വരുന്നേ? കൊള്ളാം, എൻ്റെ ചെക്കനെ നല്ലൊരു ശാപ്പാട് മിസ്സാക്കിയില്ലേ? അകത്തേക്ക് കയറി വരുന്നവരെ കണ്ട് ആൽഫി ചിരിയോടെ പറഞ്ഞു. അവനും ശിവയും ഹാളിലെ സോഫയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇറങ്ങാനാവുന്നു നോക്കി. പിന്നെ അത്യാവശ്യമായി തിരക്കേണ്ട കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഒന്നതായിട്ട് ചെയ്തിട്ടാണ് ഇറങ്ങി. അത് പറയുമ്പോൾ ലിയോണിൻ്റെ ചിരി ആൽഫിയിലേക്ക് നീണ്ടു. അവൻ്റെ നോട്ടം മനസ്സിലായ പോലെ ആൽഫിയിലൊരു വിജയച്ചിരി പിരിഞ്ഞു. അല്ല, കുറുമ്പി ഉറക്കാണോ? ആൽഫിയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് ലിയോൺ ചോദിച്ചു. അവൾ മാമാജിയുടെ ഫുഡൊക്കെ കടിച്ച് വയറും നിറഞ്ഞ് കിടക്കുക. നെഞ്ചിൽ ചലചായ്ച്ച് തൻ്റെ മടിയിൽ കിടന്ന കുഞ്ഞിയുടെ ഉണ്ട കവിളിൽ തലോടി ആൽഫി പറഞ്ഞു. അത്രയ്ക്ക് നല്ലതായിരുന്നു. മിസ്സാക്കിയല്ലോ ഞാൻ. ലിയോൺ നിരാശയോടെ പറഞ്ഞതും നിരാശയൊന്നും വേണ്ട. വിനുകൊണ്ട് സ്പെഷ്യൽ റാവ കേസരി കടിച്ചു നോക്ക്, ചെന്നൈ സ്പെഷ്യലാണ്. കയ്യിലെ ട്രേയുമായി അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്ന് സാറമ്മ പറഞ്ഞു. ആണോ, എന്നാ അതൊന്ന് നോക്കട്ടെ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് സാറമ്മ കൊണ്ടുവന്ന ട്രേയിൽ നിന്നൊരു ബൗളെടുത്ത് ലിയോണ്. സാറ കാർത്തികേക്കും ഒരെണ്ണം കൊടുത്തിട്ട് അവളുമായി സോഫയിലിരുന്നു. കേസരി എത്തിയെടുത്ത് സ്പൂണിൽ കോരി ഒഴിച്ചു വെച്ചതും ലിയോൺ കണ്ണുകൾ ഇറുകിയടിച്ചു പോയി. ഒരിക്കൽ താൻ രുചിച്ചറിഞ്ഞ ആ സ്വാദ് അവൻ്റെ ഉള്ളിലൊരു സ്ഫോടനം സൃഷ്ടിച്ചു. ഇതാരുണ്ടാക്കി? ഞൊടിയിടയിൽ നിറഞ്ഞ കണ്ണുകളോട് അവൻ ചോദിച്ചു. എന്തേട്ടാ, എന്താ പറ്റിയേ? അവൻ്റെ നിറകണ്ണുകൾ കണ്ട് കാർത്തിക പപ്പാളത്തോട് അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശിവയും സാറയും ആൽഫിയൊക്കെ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ലിയോണിത് എന്ത് പറ്റിയെന്ന് ഓർത്തു. അപ്പോ എന്താ പറ്റിയേ? പുറത്തുനിന്ന് ഹാളിനകത്തേക്ക് കയറി വന്ന വീനു ചോദിച്ചതും ലിയോണിൻ്റെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. കലങ്ങി തുടങ്ങിയ കണ്ണുകളിൽ ഒരു നോക്കിയേ കണ്ടുള്ളൂ. ഒന്നേ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ. അത് മതിയായിരുന്നു ലിയോൺ അവന് മനസ്സിലാവും. വീനു? ഇടർന്ന ചുണ്ടുകളോടെ ലിയോൺ വിളിച്ചതും വീനു ഒന്ന് ഞെട്ടി. അവനവിടെ ഇരിക്കുന്ന ആൽഫിയെയും ശിവയെയും നോക്കി. അവിടെ മുഖത്തൊരു അമ്പരപ്പാണ്. അതെ, ഞാൻ വിനുവാ. എന്താ ചേട്ടാ? കണ്ണു നിറഞ്ഞ് വിളിക്കുന്നവനെ കണ്ട വിനു ഓടിച്ചെന്ന് ലിയോണിനെ കൈപിടിച്ച് പറഞ്ഞു. അപ്പോഴേക്കും നീയെയും മനുവും ഒക്കെ താഴെ ഹാളിലേക്ക് ഇറങ്ങി വന്നിരുന്നു. കാർത്തു, നോക്കി, ഇതാരാണെന്നറിയോ? വിനുവിൻ്റെ കയ്യിൽ പിടിച്ച് കാർത്തികയെ നോക്കി ലിയോൺ പറഞ്ഞു. കാർത്തിക അവനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. ഇതെന്റെ വീണയുടെ കുട്ടിയാ, അവളുടെ കുഞ്ചരിജൻ വിനയ് രാമനാഥൻ. നിറകണ്ണുകളിൽ ചിരിയോടവൻ പറഞ്ഞതും കാർത്തുവിൻ്റെ കണ്ണുകൾ അമ്പരപ്പോടെ വിനുവിനെ നോക്കി.
ചേച്ചിയുടെ പേര് ലിയോണിൽ നിന്ന് കേട്ടത് ബിനുവിൽ വല്ലാത്തൊരു ആഘാതമുണ്ടാക്കി. അവന് മാത്രമല്ല, നീ അടക്കം അവിടെ കൂടിയിരുന്നവരിലെല്ലാം ഒരു ഞെട്ടലുളവായി. എൻ്റെ ചേച്ചി ചേട്ടനെ എങ്ങനെ? ലിയോണിന് മുന്നിലേക്ക് കുനിഞ്ഞിരുന്ന് ബിനു ചോദിക്കുമ്പോൾ വാക്കുകൾ ഇട്ടിരുന്നുണ്ടായിരുന്നു. നിനക്കെന്നെ അറിയില്ല, പക്ഷേ നിന്നെക്കുറിച്ച് വാതോരാതെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിന്റെ വീണേച്ചി, അറിയോ? വിനുവിൻ്റെ കവളിലൊന്ന് തട്ടി ലിയോൺ പറഞ്ഞതും അവന് പറയാനുള്ളത് കേൾക്കാൻ തുടിക്കുന്ന മനസ്സുമായി വിനു ലിയോണിനെ നോക്കി. ലിയോൺ പറഞ്ഞു കൊടുത്തു വിനുവിന് അവൻ്റെ ചേച്ചി തനിക്ക് ആരായെന്നും അവർ തമ്മിലുള്ള ബന്ധവും പിന്നെ വിധിയുടെ കളിയിൽ തങ്ങളിൽ നിന്നും പോയപ്പോഴുടെ മരണവും അങ്ങനെയെല്ലാം അവനോട് പറഞ്ഞു ലിയോൺ. എല്ലാം കേട്ട് കഴിഞ്ഞതും തകർന്ന മനസ്സോടെ വിനു നിലത്തിരുന്നു. അവൻ്റെ കണ്ണുകൾ പെയ്തിറങ്ങാൻ തുടങ്ങി. വിനുവിൻ്റെ ഇരിപ്പ് കണ്ട് നിയയുടെ നെഞ്ചു പൊട്ടി. ആൽഫിക്ക് ശിവക്കുമെല്ലാം അതൊന്നും വിശ്വസിക്കാനായില്ല. അവർക്കറിയാവുന്ന ലിയോണിനൊരു പ്രണയമുണ്ടായിരുന്നത്. സാഗർ ഒന്നേ. രാത്രി വൈകി വീട്ടിലെത്തിയ സാഗർ തൻ്റെ മുറിയിലേക്ക് പോകാനായി തുടങ്ങിയതും അയാളെ കാത്ത് ഹാളിലിരുന്ന് സൂസി വിളിച്ചു. എന്താ സൂസി? 2 ദിവസം എന്ന് പറഞ്ഞ് സാഗർ ഇവിടുന്ന് പോയിട്ട് ഇപ്പം എത്ര ദിവസമായി? ഫോൺ വിളിച്ചാൽ എപ്പോഴും തിരക്ക്. ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് പോലും തിരിച്ചു വന്നില്ലല്ലോ. അവിടെ എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്ര തിരക്ക്? നീ എന്തിനാ സൂസി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് ഉറപ്പിക്കാനല്ലേ ഞാൻ പോയത്. അതിൻ്റെ കൂടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്ക് എനിക്കവിടെ നിൽക്കേണ്ടി വന്നു. അതിനെന്താന്നോ? ആദ്യ ഭാര്യയുമായി ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞതല്ലേ എന്നോട്? എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി ഇത്രയും ദിവസം നിന്നിട്ട് ചോദിച്ച് എനിക്കാണോ കുറ്റം? കോപം കൊണ്ട് സൂസി നിന്ന് വിറച്ചു. നീ അതിനത്ര ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? പണ്ട് നിന്നോട് അടുക്കുമ്പോൾ തൊട്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരുടെ കാര്യത്തിൽ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ പോകുന്നു. പിന്നെ ഇപ്പം എന്താ നിനക്കൊരു പ്രശ്നം? എൻ്റെ മക്കളുടെ ആവശ്യം അതെന്താണെങ്കിലും ഞാൻ പോകും. യു ഗോട്ട് ഇറ്റ്. സൂസിക്ക് നേരെ എടുത്തടിച്ച് പറഞ്ഞിട്ട് അയാൾ മുറിയിലേക്ക് പാഞ്ഞു കയറിപ്പോയി. ദേഷ്യം കൊണ്ട് സൂസിയാകെ വല്ലാതെയായി. സാഗറിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകളുടെ ഒരു അലയൻസ് ഉറപ്പിച്ചപ്പോൾ മുതൽ സാഗർ അവരുമായി നല്ല അടുപ്പത്തിലാണ്. അതിൽ വല്ലാത്ത ഇറിറ്റേഷനായി തുടങ്ങിയിരുന്നു സൂസി. അയാൾ തന്നിൽ നിന്നും അകലുമോ എന്നൊരു ഭയം സൂസിയിൽ രൂപപ്പെട്ടു. സൂസി എന്തോ? പെട്ടെന്ന് ജെസ്സിയുടെ വിളി കേട്ട് ദേഷ്യത്തിൽ അലറിയപ്പോൾ. അല്ല, സാഗർ കഴിക്കുന്നില്ലെങ്കിൽ ഭക്ഷണം എടുത്ത് വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. അടുക്കള ക്ലീൻ ചെയ്താ എനിക്ക് എവിടെയും ഒന്ന് കിടക്കാമായിരുന്നു. നടും പുറം പൊട്ടുവാ. ജെസ്സി വയ്യാത്ത ശബ്ദത്തിൽ പറഞ്ഞു. സൂസിയുടെ വീട്ടിലെ പണിയെല്ലാം എടുക്കുന്നത് ഇപ്പൊ ജെസ്സിയാണ്. അങ്ങേക്ക് ഇനി ഒന്നും വേണ്ട, എല്ലായിടത്തും വെച്ചേക്ക്. ജെസ്സിക്ക് നേരെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് സൂസിയും അകത്തേക്ക് കയറിപ്പോയി. മാളിയേക്കിലായിരുന്നപ്പോൾ തനിക്ക് എന്തൊരു സുഖമായെന്ന് ജെസ്സി വേദനയോട് ഓർത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്ന വിനുവിനരികെയിരുന്ന് അവൻ്റെ തലയിൽ തലോടി വിടുവാണ് നീയ. വിനുവിൻ്റെ അടുത്ത് കിടന്ന് കുഞ്ഞിപ്പെണ്ണും ഉറങ്ങുന്നുണ്ട്. അവൻ പതിയെ കുഞ്ഞിയെ തട്ടിക്കൊടുക്കുന്നുണ്ട്. അവസാനത്തെ അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അടുത്ത തവണ വരുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാകും, ആളെനിക്ക് ഇഷ്ടമാകുമെന്നൊക്കെ. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു ആരോ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെന്ന്. കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നോട് പറയുന്നത് എനിക്കറിയാലോ. നേരിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്താനാവും പ്ലാനിട്ട്. പാവം. കണ്ണിൽ നിന്നൊഴുകിയ നീർത്തുള്ളി തുടച്ചു മാറ്റി ഒരു ചെറു ചിരിയോടെ വിനു പറഞ്ഞു. അത് കേട്ട് നീയുടെ നെഞ്ചും പൊടിഞ്ഞു. ലിയോൺ പറഞ്ഞതെല്ലാം കേട്ട് വല്ലാത്തൊരു സങ്കടത്തിലാണ് ചെക്കന്. ഒന്നും മിണ്ടാതെ ആരോടും കൂട്ടില്ലാതെ മുറി കയറിയിരുന്നവന് കുഞ്ഞിപ്പെണ്ണാണ് കളിപ്പിച്ചുകൊണ്ട് ചെന്നത്. അവളുമായി കളിച്ചിരിയായിരുന്നപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയിരുന്നു അവന്. എൻ്റെ മോനൊന്ന് ഉറങ്ങ്, നീ ഇങ്ങനെ കിടന്നാലേ നിന്റെ വീണേച്ചിക്ക് വിഷമാവൂടാ. അവനെ നെറ്റിയിൽ തടവിക്കൊണ്ട് നീയ പറഞ്ഞതും തലയൊന്നാട്ടി. കണ്ണുകളടച്ച് കുഞ്ഞിയേറുക കെട്ടിപ്പിടിച്ചു കിടന്നു. അവൻ ഉറങ്ങും വരെ കൂടെ ഇരുന്നിട്ട് അവനെ നെറ്റിയിലൊന്ന് മുത്തിവിട്ടു നീയ തിരികെ റൂമിലെത്തുമ്പോൾ ആൽഫി ബാൽക്കണിയിൽ നിന്നും കാര്യമായി അവരുടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മുഖം നല്ല സീരിയസ് ആയി കണ്ടതുകൊണ്ട് അവൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ നേരെ ബെഡിൽ വന്ന് ചെരിഞ്ഞു കിടന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ ചാച്ചനും വിനുവും പിന്നെ വീണയുമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും തനിക്കരികിൽ ഒരാളുടെ സാമീപ്യം നീ അറിഞ്ഞു. ഇടപ്പ് വഴി പ്രിയപ്പെട്ടവൻ ചേർത്ത് പിടിച്ചതും അവളുടെ ഉള്ളിൽ നിന്ന് മനസ്സൊന്ന് തണുത്തു. ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിടർന്നു. കുറച്ചുകൂടെ നിരങ്ങി അവനെ നെഞ്ചിലേക്ക് പുറം മുണ്ടിച്ച് ചേർന്ന് കിടന്നു. വിഷമാണോ എൻ്റെ പെണ്ണിന്? അവളുടെ കാതോരം ചോദിച്ചുകൊണ്ട് ചെവിയിൽ ചെറുതായി മുത്തിവിട്ടു ആൽഫി. വേദനയുണ്ട്. ചാച്ചനെ വിനുവിനെ ഓർക്കുമ്പോൾ. അവൾക്ക് നഷ്ടമായതിന് തിരികെ കിട്ടില്ലല്ലോ. ഈ ചായന അറിയോ, വിനുവിന് അമ്മയെപ്പോലെയായിരുന്നു പീഡ. ആ കുട്ടിയുടെ നഷ്ടത്തിൽ മനസ്സിൻ്റെ പിടി കൈവിട്ട് പോകുന്ന അവസ്ഥയിലാണ് ദൈവം എന്നെ അവനെ കൂട്ടിമുട്ടിച്ച്. അതുകൊണ്ടല്ലേ പെണ്ണെ ഈ പവനെ നിനക്ക് കിട്ടിയേ. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒറ്റക്കാതിരിക്കാനല്ലേ അവൻ ഇത്രയും വലിയൊരു കുടുംബം കൊടുത്തേ. പിന്നെ ലിയോണും നമ്മളില്ലേ, കൂടെ ആ കുട്ടിയും കാർത്തിക. കണ്ണു നിറച്ച് നീയ പറഞ്ഞതിന് മറുപടിയായി അവളുടെ കവളിൽ ചുംബിച്ച് പെണ്ണിനെ ആശ്വസിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞതും നീ ഓർത്തു കാർത്തികയെ പറ്റി.
ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കാർത്തുവിനെ നീയൊക്കെ ഇഷ്ടമായിരുന്നു. എപ്പോഴും എല്ലാ ഇരുട്ടിൽ നിന്നും അതിനെ മറികടന്നൊരു വെളിച്ചം ഉണ്ടാവും പെണ്ണെ. അവളൊന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞതും നീയൊന്നും മൂളി. പിന്നെ ഒരു കാര്യം കൂടെ നീ അറിയണം. ആൽഫി പറഞ്ഞത് നീയൊന്ന് തിരിഞ്ഞ് അവൻ അഭിമുഖമായി കിടന്നു. ലിയോൺ വീണയുടെ കാര്യം പറഞ്ഞ മുതൽ എന്തോ ഒരു സംശയം തോന്നി. ഡൽഹിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വരുൺ താക്കൂർ, AC ആണ്. അവനെ വിളിച്ച് വീണയുടെ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് നീയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ വിടുന്നു. അതൊരു ആക്സിഡൻ്റ് അല്ല പെണ്ണെ, ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ. വാട്ട്? നീയെ ഞെട്ടിലോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സത്യം, അവൻ പറഞ്ഞതിൻ്റെ അനുമാനത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനമെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം അത് ഉറപ്പിക്കാൻ. അവൾക്ക് മുന്നിലായിരുന്ന് അവൻ പറഞ്ഞു. ഈ ചായ ആരാ അത്? അയാൾ തന്നെയാണോ? പേട്ടെ തന്നെ നീയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അയാളാവും. മറ്റുള്ളവർ സന്തോഷിക്കുന്നത് അയാൾക്ക് പിടിക്കില്ലല്ലോ. അതിനുവേണ്ടി ആ ദുഷ്ടനാവും ഇതും ചെയ്തേ. അരിശത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണെല്ലാം ചുവപ്പിക്കാൻ തുടങ്ങി നീയ. അവളുടെ ഉള്ളിൽ ജോണിനെ എത്രത്തോളം വെറുക്കുന്നുണ്ടെന്ന് എടുത്ത് കാണിക്കുമായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കാം, ഞാനല്ലേ പറയുന്നത്, നീ സമാധാനപ്പെടുക. അവളുടെ കവളിൽ തഴുകി ആൽഫി പറഞ്ഞു. അപ്പോഴും നീ അടങ്ങിയിരുന്നില്ല. എന്നെ അറിയില്ലേ പെണ്ണെ നിനക്ക്? നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയവരെ വെറുതെ വിടുവോ നിന്റെ ഈ ചായ? നീല കണ്ണുകൾ കൂർപ്പിച്ചവൻ പറഞ്ഞതും നീയിലൊരു ചിരി വിരിഞ്ഞു. തങ്ങളെ ദ്രോഹിച്ചവരെ ഒരിക്കലും ഈ ചായൻ വെറുതെ വിടില്ലെന്ന് അവൾക്കറിയാം. അവരെ വെറുതെ വെറുതിച്ചോ? ആൽഫിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ പറഞ്ഞു. അവൾക്ക് ഉറപ്പ് കൊടുക്കും പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചു ആൽഫി. നീ കിടന്നോ, മോളെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി എടുത്തോളാം. കുറച്ച് കഴിഞ്ഞതും പെണ്ണിൻ്റെ നെറ്റിയിൽ മുത്തിയിട്ട് അവൻ ബെഡിലേക്ക് ചായച്ച് കിടത്തി ആൽഫി പറഞ്ഞു. അവൻ തിരിഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റതും പിറകിൽ നിന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു നീയ. ഇന്ന് എൻ്റെ കൂടെ കിടക്കുവോ? മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയോടെ പെണ്ണ് ചോദിച്ചതും അടുത്ത നിമിഷം ബെഡിലേക്ക് കിടന്നു. ഒരു കൈ കൊണ്ട് പൊക്കിക്കൊണ്ട് പെണ്ണിൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു ആൽഫി. ഉറങ്ങിക്കോ. നെഞ്ചിൽ കിടക്കുന്നവളുടെ മൂർധാവിൽ ചുംബിച്ചവൻ പറഞ്ഞതും നീയുടെ മിഴികൾ സന്തോഷത്തോടെ കൂമ്പിയടഞ്ഞു.